മേനേജർ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പൊൻകുന്നം ടൗണിനടുത്തായിട്ട് പൊൻകുന്നം പാല റോഡിൽ ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്ന് 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക. 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഏകദേശം 2100-2200 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തതും എന്നാൽ കിണർ വെള്ളം പറ്റാത്തത് കിട്ടുന്നതുമായ നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. അപ്പോൾ വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മേനേജർ ഹോംസിൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ, നെഗോഷ്യബിൾ. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇത് 11 സെൻറ്റ് സ്ഥലത്തിലാണ്. ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. നല്ല വീടുകൾക്ക് തന്നെ അടുത്തുള്ളതാണ്. എന്നാൽ വില്ല പോലെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു ലൊക്കേഷനുമല്ല. ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. അത് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവുന്നതുമാണ്. കാർ പോർച്ച്, നല്ലൊരു കാർ പോർച്ച് കാണിക്കുന്നുണ്ട്. നല്ലൊരു കാർ പോർച്ചുണ്ട്. അപ്പം വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് ഈ കാണുന്നത്. ഇവിടെ കിണർ ഉണ്ട്. കിണറിൻ്റെ സൈഡിലേക്ക് ഇഷ്ടംപോലെ മുറ്റമുണ്ട്. നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഏത് വണ്ടി കയറ്റിയിടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടുവാനൊക്കെ നല്ല സ്പേസുള്ള നല്ലൊരു മുറ്റമുള്ള നല്ലൊരു മേഖലയാണ്. ഇവിടെ നമ്മുടെ ഇതാണ് മുറ്റം കാണിക്കുന്നത്. ഇവിടെ ബാക്ക് സൈഡിലാണെങ്കിലും അത്യാവശ്യം മുറ്റമുണ്ട്. നമുക്ക് വീടിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ബാക്കിലൊരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ബാക്കിലെ മുറ്റമൊക്കെ കാണാം. മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസൊക്കെ ആ ഭാഗത്താണ് കൊടുത്തിരിക്കുക. അപ്പോൾ വീണ്ടും നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് കിടന്ന് നല്ല ഗേറ്റ് മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ കണ്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി തേക്കിൻ തടി കൊണ്ടുള്ള ഒരു ജനൽപ്പാളിയാണ് നമ്മളിവിടെ കാണുക. ഞാൻ ഈ ഡോർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തെ ഡോറിൻ്റെ ഫ്രണ്ട് ഡോറ് മുഴുവൻ കണ്ടുകൊണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു മോഡലാണ്. കാരണം ഒത്തിരി കുത്തുപണികളൊക്കെ പണ്ടൊക്കെ നമ്മൾ കാണുമായിരുന്നു. മുന്തിരിക്കൊലയോ അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷികളുടെയൊക്കെ പിക്ചറുകളൊക്കെ വരച്ച് വെക്കുന്നതോ അങ്ങനെയൊക്കെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ വരച്ച് വയ്ക്കുന്നത് കൊത്തി വയ്ക്കുന്നത് കാണുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് നമുക്ക് കാണാം. അവിടെ ടിവിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രൂപക്കോട് TV യൂണിറ്റ്. ഈ പാർട്ടീഷൻ വർക്കിലാണ് റൊട്ടേറ്റ് ചെയ്യുന്ന TV യൂണിറ്റാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇതാണ് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ഇതാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഒരു സൈഡിൽ TVയും ഒരു സൈഡിൽ രൂപക്കോടുമായിട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം. അത് ഡൈനിങ് ഹാളിലിരിക്കുമ്പോൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് വന്നിരുന്ന് വേണം റൊട്ടേറ്റ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു TV യൂണിറ്റാണ്. അവിടുന്ന് നമ്മൾ സ്വീകരണ മുറിയിൽ നിന്നാണ് നേരെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ വീട്ടിൽ ആളെന്നൊക്കെ കുറവുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇതൊരു ഗസ്റ്റ് റൂമായിട്ടൊക്കെ കരുതാം. അവിടെ നിന്ന് അത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്, ഫൈബറിൻ്റെ ഡോർ ഉപയോഗിച്ചുള്ള നല്ല ഡോറ് ഉപയോഗിച്ചുള്ള ടോയ്ലറ്റ്. ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ടോയ്ലറ്റിൽ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആണ്. അത് മിറർ ലാമ്പ് ഞാനൊന്ന് ജസ്റ്റ് ഓൺ ചെയ്യുകയായിരുന്നു. കാരണം മിറർ ലാമ്പ്, വാഷ് ബേസിന്, ക്ലോസറ്റ്, ഷവർ, അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ഏരിയ ആയിട്ട് വേണം തിരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഷവർ ഏരിയയൊക്കെ സെറ്റ് ചെയ്തിരിക്കുക. എക്സോസ് ഫാന്, ഇങ്ങനെയുള്ള എല്ലാം നല്ല ടൈല് വർക്കുകൾ. ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് വന്നിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറിലുള്ള സ്വിച്ചാണ്. ഈ സ്വിച്ചിന് നല്ല വില കൂടിയ സ്വിച്ചാണ്. ഒരേ കമ്പനിയുടെ ഒരേ മോഡലിൽ വൈറ്റും ബ്ലാക്കും എന്ന് സെലക്ട് ചെയ്ത് നോക്കിയാലും ബ്ലാക്ക് സ്വിച്ചിനായിരിക്കും റേറ്റ് കൂടുതൽ. നമ്മൾ മീനച്ചിൽ ഹോംസ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അറിയാനും പറയാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്വിച്ചിൻ്റെയൊക്കെ വിലയൊക്കെ പറയുന്നത്. കാരണം അങ്ങനെ ആണ്. ഇത് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിൽ നിന്ന്
ഇവിടെ ഈ റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിൽ 1 ബെഡ്റൂമുമാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബെഡ്റൂം ജനൽപ്പാളികൾ 4 ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുക. നല്ല രീതിയിൽ വായു സഞ്ചാരം കയറി ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇതാണ്, അറ്റാച്ച്ഡ് ആണ്. എല്ലാം നല്ല രീതിയിലുള്ള മെറ്റീരിയലുകൾ നമ്മൾ അപ്പുറത്തെ ടോയ്ലറ്റിൽ നമ്മൾ കണ്ടു. എല്ലാം നല്ല മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി ഗാർഡിൻ്റെയും ഫിനോലെക്സിൻ്റെയൊക്കെ വയറുകൾ, ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള വയറുകൾ തന്നെയാണ് എല്ലാം കേബിളുകൾ ഉപയോഗിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്ലംബിങ്ങിനൊക്കെ ആണെങ്കിലും സുപ്രീമിൻ്റെ പൈപ്പുകളൊക്കെയാണ്, നല്ല കമ്പനി സാധനങ്ങളാണ്. എല്ലാത്തിനും കമ്പനി ഗ്യാരണ്ടി തരുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ഈ സ്വീകരണ മുറിയിൽ നിന്ന് കയറി വന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ടി വിക്കുള്ള ആ പോയിന്റിൽ നിന്ന് നമ്മൾ വന്ന വഴിയൊന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുക. വാഷ് ഏരിയ ഇവിടെ നല്ലൊരു കൗണ്ടറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുക. എല്ലാ ബെഡ്റൂമിനും സാമാന്യമായ നല്ല വലിപ്പമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. കബോർഡ് വർക്കുകൾ മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. 3 ടോയ്ലറ്റ് ഇപ്പം നമ്മൾ കണ്ടത് ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ്. നമ്മൾ ഈ വീടിന് ചോദിക്കുന്ന വില പറഞ്ഞു 85 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. എങ്കിലും ഇതിനു മുൻപ് വീഡിയോകളും ഇനച്ചൽ ഹോംസിൻ്റെ വീഡിയോകളൊന്നും കാണാത്തവരാണ് ഇപ്പോൾ പുതിയതായിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾക്ക് അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും പറയുന്നത്. ഫുൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അതും ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് റിട്ടേണൊക്കെ ഫയൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലാണ് അവർക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുക. ചെറിയ ലോണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയൊക്കെ ലോൺ മതി എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ ബേക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ കടകളൊക്കെ ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നേരെ 3 ബെഡ്റൂമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഒരു സിറ്റ് ഔട്ടിലേക്കാണ് ഇറങ്ങിയത്. ഈ ബാക്ക് സൈഡിൽ ഒരിക്കലും വീടുകൾ വരില്ല എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ബാക്ക് സൈഡിൽ അലക്കുകളൊക്കെ നമ്മൾ കണ്ടു. ഇതൊരു ഭയങ്കര പ്രൈവസി ഉള്ളൊരു സിറ്റ് ഔട്ടാണ്. നല്ല രസമാണ് ഇവിടെ ഇറങ്ങിയിരിക്കാൻ. അപ്പുറത്തും മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ലൊരു കൂളിംഗ് കാലാവസ്ഥയോടുകൂടിയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. അവിടുന്ന് നേരെ വന്ന് കയറി ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മളങ്ങ് പോവുകയാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂമാണ്. 4ാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന, എല്ലാം നല്ല ഒരു ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു എൻജിനീയറിങ്, നല്ലൊരു പ്ലാനാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുക. അപ്പോൾ നല്ലൊരു വീടിൻ്റെ നല്ലൊരു പ്ലാൻ തുടങ്ങി നല്ല കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് നല്ല എൻജിനീയറിങ് നല്ല രീതിയിലെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് എന്നുള്ളത് തന്നെയാണ് ഈ വീടിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമ്മൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമും കണ്ടു. ഇനി നമ്മൾ കാണാത്ത ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണാണ്. കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കിച്ചൺ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിതമായ നല്ല കബോർഡ് വർക്കുകളാണ്. അതിഗംഭീരമായ കബോർഡ് വർക്കുകളാണ്. ഇവിടെ കബോർഡുകളൊക്കെ മുകളിലും താഴെയൊക്കെ കൊടുത്തിരിക്കുന്ന കബോർഡുകൾ നമുക്ക് കാണാം. എന്ത് രസകരമായ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പാലാ സൈഡിലൊക്കെ ഉള്ള തേക്കൻ തടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ മഹാഗണിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയും. പക്ഷേ വേറൊരു കാര്യം, ശാസ്ത്രീയമായിട്ട് ഈ മൾട്ടിവുഡിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും ചെതൽ പിടിക്കില്ല, അതുപോലെ തന്നെ വട്ടച്ച് പോകില്ല, അതുപോലെ നനഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവില്ല.
അങ്ങനെയൊക്കെയുള്ള എല്ലാം ഈ മെറ്റീരിയലുകളിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മൾട്ടിവുഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും പൊതുവായ ഒരു അഭിപ്രായം. പിന്നീടാണെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടു, നമ്മൾ വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങൾ കണ്ടു. ഇനിയും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ വർക്ക് ഏരിയ വേറെയുമുണ്ട്. അപ്പോൾ അത് ചെറുത് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ്. അപ്പോൾ ഒരു 3 പാർട്ട് പോലെയാണ് ഈ വീടിൻ്റെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. എനിവേ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് ഈ എല്ലാ വർക്കുകളും ചെയ്തു തീർത്തിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വീടിന് പാലാ പൊൻകുന്നം റോഡുമായിട്ട് ഏകദേശം ഒരു 400 മീറ്റർ ദൂരം, പൊൻകുന്നം ടൗണുമായിട്ടൊരു 1.5 കിലോമീറ്റർ ദൂരം, 1.5 കഷ്ടിച്ചായിരിക്കും, 1.5 കിലോമീറ്റർ കൂട്ടാം, 1.5 കിലോമീറ്റർ ദൂരം. അതുപോലെ തന്നെ നമുക്ക് നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടിലേക്കൊക്കെ പോകുവാനും അല്ലെങ്കിൽ കോട്ടയം പോകണമെങ്കിൽ ഇവിടുന്ന് KK റോഡ് വഴി കോട്ടയം പോകുവാനൊക്കെ സൗകര്യമാണ്. പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരം കൂട്ടാം. അതുപോലെ തന്നെ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം ഭാഗത്തേക്കൊക്കെ പോകുവാനായിട്ട് വളരെ ഈസി ആക്സസ് ആണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ബസ് റൂട്ട്, കടകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും 400 മീറ്റർ ചുറ്റളവിൽ കിട്ടും. ഇവിടെ കൂരാലി അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു 2 കിലോമീറ്ററിനടുത്ത് ദൂരം, ഒരു 1.5 കിലോമീറ്ററൊക്കെ ദൂരം വന്നേക്കും. പൊൻകുന്നം പള്ളിയാണ് ഇടവക വരിക. പൊൻകുന്നം പള്ളിയിലേക്ക് പോകുവാനും സൗകര്യമാണ്. മുസ്ലിം പള്ളികളൊക്കെ ഉള്ളത് പൊൻകുന്നം ടൗണിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ആരാധനാലയങ്ങളും, സൂപ്പർ മാർക്കറ്റുകൾ, കടകൾ, ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഗംഭീരമായൊരു മേഖലയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു അടിപൊളി വീട് എന്നുള്ളതാണ് ഈ വീടിനെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഉണ്ടാകാത്തൊരു മേഖല, എന്നാൽ വെള്ളം പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്നൊരു മേഖല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ, നേരിൽ കാണാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.